ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വൻ വിജയമായിരുന്നു. അത് ലോകം മുഴുവൻ അറിഞ്ഞതുമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇനി ഇതാ മറ്റൊരു പ്രതിരോധ രംഗത്ത് മറ്റൊരു ഓപ്പറേഷനുമായിട്ട് ഇന്ത്യ കടന്നു വരികയാണ്. ഏതാണത്? ഓപ്പറേഷൻ സ്നോ ലെപ്പോർഡ്. അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ ഔദ്യോഗികമായിട്ട് വെളിയിൽ പറഞ്ഞിരുന്നു. അതായത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഈ യുദ്ധത്തിൻ്റെ കാര്യം സംസാരിക്കുമ്പം പാകിസ്ഥാനകത്തു നിന്നുള്ള ഒരു വർത്തമാനം, അവിടുത്തെ വാർത്തയൊക്കെ നമ്മൾ കേട്ടതാണ്. നമ്മുടെ യുദ്ധതന്ത്രം എന്ന് പറയുമ്പോൾ അത് ചാണക്യ യുദ്ധതന്ത്രമാണെന്നുള്ള രീതിയിലേക്കുള്ളൊരു വർത്തമാനം വന്നിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെയുള്ള വാർത്തകൾ പരിശോധിച്ചാൽ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളിടത്ത് അരുണാചൽ പ്രദേശിലെ വിഷയമാണ്. അരുണാചൽ പ്രദേശിനകത്തേക്ക് ചൈന വല്ലാത്ത രീതിയിൽ കടന്നുകയറ്റം നടത്തുന്നു, അല്ലെങ്കിൽ അതിന് ശ്രമം നടത്തുന്നു, ചില ഗ്രാമങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് അനൗദ്യോഗികമായിട്ട് അല്ലെങ്കിൽ പിടിച്ചെടുത്തില്ല, ഇങ്ങനത്തെ ഒരു വാർത്തയുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് അവിടെ വലിയൊരു സൈനിക അഭ്യാസമൊക്കെ നടത്തിയിരുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾക്കിടെ നേരത്തെ മരിച്ചുപോയ ഒരു വിമാനാപകടത്തിൽ മരിച്ചുപോയ സൈനിക മേധാവി ഉണ്ടല്ലോ, റാവർത്ത് അല്ലേ, അദ്ദേഹം ഉൾപ്പെടെ, അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് ശത്രുക്കൾ എപ്പോഴും 2.5 ആണ്. 2.5 എന്ന് പറഞ്ഞാൽ 2 രാജ്യത്തെ നമ്മൾ പ്രതീക്ഷിച്ചോളും. പിന്നെ 0.5 എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തെ ശത്രുക്കളാണ്. ഈ 2 രാജ്യത്തെ പ്രതീക്ഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇന്ത്യക്കകത്ത് ആഭ്യന്തര ശത്രുക്കളുണ്ട്. അതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ അപ്പം 2 രാജ്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പറഞ്ഞ ചൈനയും ബംഗ്ലാദേശ്, ചൈന പാകിസ്ഥാൻ. അന്ന് ബംഗ്ലാദേശ് ഇത്രയും സജീവം, ചൈനയും പാകിസ്ഥാൻ. അപ്പം ഇപ്പം ഈ സിന്ദൂർ ഓപ്പറേഷൻ 2 എന്ന് പറഞ്ഞത് നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് നിർത്തിവെച്ചു. അപ്പോൾ അന്നേ നമുക്കറിയാം ഇതിൻ്റെ തുടർച്ച ഉണ്ടാവും, കാരണം ഇവൻ ചൊറിയുമല്ലോ. അപ്പം അത് നിർത്തിയിട്ടില്ല. നീ ഇനിയും തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഇതുപോലെ ഭീകരാക്രമണം നടത്തിയാൽ ഇതിൻ്റെ തുടർച്ച എന്നോളം അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അവരതിൻ്റെ പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഓരോ ദിവസവും നമ്മൾ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ വാർത്തകളും വരുന്നുണ്ട്, നമ്മൾ വാർത്ത ചെയ്യുന്നു. ഇപ്പം ഇതിനകത്ത് ആഭ്യന്തര രഹസ്യം സാർ ഈ പറയുന്ന പോലെ എല്ലാം ഒന്നും വരത്തില്ല, അല്ലേ? പട്ടാളം എന്തോ വിളിച്ചു കൂട്ടുന്നു, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ്, അല്ലെങ്കിൽ സൈന്യമായിട്ട് സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ പട്ടാള മന്ത്രിയും ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ പട്ടാള മേധാവി സൈനിക മേധാവികളെ എല്ലാം കൂടെ കൂടുന്ന കാര്യം പിറ്റേന്ന് പത്രത്തിൽ വിളിച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് ആഭ്യന്തര രഹസ്യമാണ്. പിന്നെ വേണ്ട കാര്യങ്ങൾ ചിലപ്പം കൊടുക്കും. അത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ചിലർ അറിഞ്ഞോട്ടെ എന്നുള്ളതാണ്. കാരണം ഇന്നതിനതൊക്കെ ഉണ്ട്, അത് അറിഞ്ഞോ, ഞങ്ങൾ തയ്യാറാണെന്നുള്ള രീതി. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ സ്നോ ലെപ്പേർഡ് എന്ന് പറയുന്നത് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ലഡാക്ക് മേഖലയിലും ചൈന അതിർത്തി മേഖലയിലും ഉള്ള പട്ടാളക്കാരോട് വേണ്ട വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ അർത്ഥത്തിലും എടുത്തുകൊള്ളാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പാണ്. അല്ലെങ്കിൽ ഇത് ചൈനയെ മുമ്പിൽ അതെ, ചൈനയെ മുമ്പിൽ. അതായത് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ പാകിസ്ഥാന് മേലുള്ളതാണ്. പാകിസ്ഥാനിലാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ ഇത് ചൈനയെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഞാനിത് അനൗൺസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ. ചൈന നമ്മൾ ഇന്നലെയും പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ പല പ്രധാനപ്പെട്ട മിസൈലുകളും അല്ലെങ്കിൽ പ്രതിരോധ നമ്മൾ ഈ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട മിസൈൽ ലോഞ്ചറുകളും മറ്റതും മറിച്ചതൊക്കെ നമ്മളിലേക്ക് തിരിച്ചു വെച്ചേക്കുന്നത്. അവൻ്റെ ഏറ്റവും വലിയ ശത്രു നമ്മളാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പം നമ്മളുടെ പ്രധാനപ്പെട്ട ലോങ് റേഞ്ച് മിസൈലുകളിലെ മറ്റു പലതും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പാകിസ്ഥാനിലേക്കല്ല, പാകിസ്ഥാനിലോട്ട് ഫോക്കസ് ചെയ്യുന്നില്ലെന്നുള്ളതല്ല, ചൈനയിലേക്കാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പം ചൈന നമ്മളുമായിട്ട് സൗഹൃദമുണ്ട്. ചൈന ഏറ്റവും വലിയ കമ്പോളമായിട്ട് നമ്മളെ കാണുന്നുണ്ട്. അവൻ്റെ സാധന സാമഗ്രികൾ നമ്മുടെ ഇവിടെ വിൽക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ 2019 അവൻ ഇവിടെ വന്ന് കയ്യും കൊടുത്ത് കന്യാകുമാരിയോ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ വന്ന് നിന്ന് വലിയ ലോകത്തിൽ പോയിട്ടാണല്ലോ 2020 ആ പണി അവിടെ കാണിച്ചത്. നമ്മുടെ പട്ടാളക്കാരുടെ അടിക്കുന്നു, പിന്നെ കഴുത്തൊടിക്കാനും അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരെ കഴുത്തൊടിച്ചു, വലിയ ഒരു സംഘർഷമുണ്ട്. അപ്പം ചൈന എന്ന് പറയുന്നവൻ്റെ സ്വഭാവം അത്രയ്ക്കാണ്. അവനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു ഇടമില്ല. അപ്പം ഇത് വളരെ നമ്മൾ ഓരോ രാജ്യവുമായിട്ട് നമ്മളുടെ മുന്നേറ്റം, നമ്മുടെ ആയുധത്തിനകത്തുള്ള നമ്മുടെ മുന്നേറ്റം, നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യ, ജപ്പാന് അല്ലെങ്കിൽ ആസ്ട്രേലിയ, ഈ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന കരാർ, ഇന്തോനേഷ്യയിൽ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന പ്രതിരോധ കരാർ, ഈ മറ്റേടത്തുനിന്ന് യുറേനിയത്തിൻ്റെ കരാർ, ജപ്പാനുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഈ അറിയാമല്ലോ അതും ഈ പ്രതിരോധ കരാറും അല്ലെങ്കിൽ മറ്റു ചിലതും, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ രാജ്യങ്ങളുടെ കിടപ്പിടാണ്. വിജയകുമാർ സാറേ,
അതെന്ന് വെച്ചാൽ നമ്മളെ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും വളഞ്ഞു നിൽക്കുന്നത് പോലെ അവൻ്റെ വട്ടം വളഞ്ഞു നിൽക്കുകയും അവൻ്റെ ശത്രുവായിട്ട് നിൽക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അവന് വേണ്ട രീതിയിലുള്ള ബലം കൊടുക്കുക നമ്മൾ മനസ്സിലാവുന്നുണ്ട്. അതായത് നമ്മളെ ഉപദ്രവിക്കാൻ ചൈന ആരെയൊക്കെ ഉപയോഗിക്കുന്നു അതിൻ്റെ അപ്പുറം ബലത്തിൽ ചൈനയുടെ ശത്രുക്കളെ നമ്മൾ അവിടെ തയ്യാറാക്കി നിർത്തുകയും നമ്മുടെ സംവിധാനങ്ങൾ ഇപ്പൊ തന്നെ ഇന്തോനേഷ്യയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത നമ്മുടെ പ്രതിരോധ സംവിധാനം, മിസൈൽ സംവിധാനം ഉൾപ്പെടെയുള്ള ടെക്നോളജി, സൈനിക ടെക്നോളജി ഉൾപ്പെടെ ഉള്ളത് അവർക്ക് പങ്കുവയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഒരു വലിയ കരാറാണ്, നിസ്സാരമായിട്ടുള്ള കരാറല്ല. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിക്കും. അപ്പൊ ഇപ്പം ഇവന്റെ ശല്യം ഏത് രീതിയിലും ഇവൻ ഈ ലഡാക്കിലും അല്ലെ മറ്റു പലയിടത്തുമൊക്കെ ഏത് സമയവും ഇന്ത്യയിലേക്ക് ആക്രമിക്കാൻ പ്രാപ്തമായിട്ട് ലഡാക്ക് ബോർഡർ വിട്ട് അവൻ്റെ ബോർഡറിലേക്ക് ഈ മിസൈലുകളോ അല്ലെങ്കിൽ പോർ വിമാനങ്ങളോ ഒക്കെ ഹോൾഡ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പുറത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കുഴപ്പം. അപ്പം അവൻ തയ്യാറാകുന്നതിനപ്പുറം കൂടുതൽ വലുപ്പത്തിൽ കാര്യങ്ങൾ തയ്യാറാക്കി വെക്കുന്നതിനും കൂടുതലായിട്ട്, അതായത് ഇപ്പൊ പാകിസ്ഥാനെ കാണുന്ന അതേ ബലത്തിൽ, കാരണം ഈ ചൈനയെ കാണേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ഇപ്പൊ ചൈന നേരിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോഴും പറഞ്ഞ് ചൈന നേരിട്ട് അടിക്കാനുള്ള സാധ്യതയില്ല. നമ്മളിപ്പം അടിക്കുമെന്നുള്ളത് അല്ല ഇതിന്റെ ഒരു, അല്ലെങ്കിൽ അടിക്കുമെന്നാണ്. പക്ഷെ നമ്മൾ അവിടെ വിജിലന്റ് ആയിരിക്കണം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇന്നലെ പത്രക്കുറിപ്പിൽ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അന്നേരം അടിക്കാൻ പ്രാപ്തമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഈ പട്ടാളത്തിനെ 4-5 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട്, വിങ്ങുകളായിട്ട് തിരിച്ചിട്ട് ഉള്ള ഒരു സംവിധാനം, ആ രീതിയിലേക്ക് തയ്യാറാകണം എന്നുള്ള രീതിയിൽ ഇത് തയ്യാറാകണം. അങ്ങനെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു നമ്മുടെ ആഭ്യന്തര രഹസ്യങ്ങൾ. നമ്മൾ അവിടെ ഇവിടെ മിസൈലുകൾ ഹോൾഡ് ചെയ്തേക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ ഹോൾഡ് ചെയ്തേക്കുന്നു, നമ്മൾ വെളിയിൽ അങ്ങനെ പറയാറില്ല. പക്ഷെ ഇത് പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം ചൈന ചൊറിയുന്നുണ്ടാകും, നമ്മുടെ അടുത്ത് പറയുന്നില്ല. അല്ലെങ്കിൽ ചൈന അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവിടെ ഇവിടെ നടത്തുന്നുണ്ടാകും. അപ്പം ചൈനയ്ക്കും ലോകത്തിനും പരസ്യമായിട്ടുള്ളൊരു മെസ്സേജാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ തയ്യാറാണ്, അടിക്കണമെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചു അടിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയാൽ ഇന്ത്യ ഒരു അർത്ഥത്തിലും പുറകോട്ട് പോകുന്ന ഒരവസ്ഥയില്ല. ഇന്ത്യയിലുള്ള കരുത്തുണ്ട്, ശേഷിയുണ്ട്, പ്രതിരോധ സംവിധാനമുണ്ട്, ആയുധബലമുണ്ട്, ലോകത്തെല്ലാവരെയും വെല്ലുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിന് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക തയ്യാറെടുപ്പ് കൂടി, ആര് വന്നാലും തയ്യാറാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി, നമ്മൾ പറയത്തില്ലേ, നിങ്ങൾക്ക് വേണ്ടി ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അത് പാകിസ്ഥാന് വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടെങ്കിൽ ഇത്തരത്തിലൊരു പേരിട്ടിട്ട് ആ ചൈന ബോർഡറിലും അല്ലെങ്കിൽ ലഡാക്ക് ബോർഡറിലും ഉള്ള സൈനികരെ സജ്ജമാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.